കൊല്ലം ചിന്നക്കടയിലെ മേൽപ്പാലം പൊളിച്ചുമാറ്റി തൂണുകളിൽ പാലം പണിയുമെന്ന് ആവർത്തിച്ച് മേയർ AK ഹഫീസ്. റെയിൽവേയുടെ കൈവശമുള്ള പുള്ളിക്കട കോളനിയുടെ സ്ഥലം വാങ്ങാനുള്ള നടപടിയും സ്വീകരിക്കും. 1 വർഷം കൊണ്ട് കൊല്ലത്ത് മാറ്റങ്ങൾ കണ്ടു തുടങ്ങുമെന്നും AK ഹഫീസ് പറഞ്ഞു. 1 വർഷം കഴിയുമ്പോൾ കണ്ടു തുടങ്ങും, ഉറപ്പായിട്ട്. 2 വർഷത്തിനകം ഈ കോലം മാറിയിരിക്കും, ഒരു സംശയവും വേണ്ട. അതിനുള്ള ഒരു ആർജവും അതിനുള്ള ഒരു ദൃഢനിശ്ചയത്തോടും കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. 25 വർഷത്തെ കൊല്ലം കോർപ്പറേഷൻ ഇടതുഭരണം മാറി അധികാരത്തിൽ വന്ന UDF വലിയ വാഗ്ദാനങ്ങളാണ് ജനങ്ങൾക്ക് നൽകിയത്. കൊല്ലത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുമെന്നതാണ് അതിൽ പ്രധാനം. ഏറ്റവും ആദ്യം ചിന്നക്കടയെ കീറിമുറിച്ച മേൽപ്പാലം പൊളിക്കുമെന്ന് മേയർ പറയുന്നു. നമ്മൾ ഇങ്ങനെ ഇത് പൊളിക്കത്തില്ല എന്ന് പറഞ്ഞ് ഇതൊരു ചൈനീസ് വൻമതിലാക്കി നിർത്തി കൊല്ലത്തെ നശിച്ച് തകർത്ത് തരിപ്പണമായി എന്നാണ്. കൊല്ലം നഗരത്തിലെ എല്ലാ ഇവിടെ ആളുകൾക്ക് വരാൻ പറ്റുന്നില്ല. വാഹനം വന്നാൽ വാഹനത്തിലേക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല. എല്ലാ സ്ഥാപനങ്ങളും ദയനീയാവസ്ഥയിലാണ്. അപ്പം ഇതിന് പ്രധാന കാരണം ഈ ചൈനീസ് വൻമതിൽ തന്നെയാണ്. അത് പൊളിക്കണം, പൊളിച്ചിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മാലിന്യശേഖരണം, സംസ്കരണം എന്നിവ ഉറപ്പാക്കും. അടഞ്ഞുകിടക്കുന്ന പാർക്കുകൾ തുറക്കും. മുൻ ഭരണസമിതിക്കെതിരായ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാനും കോർപ്പറേഷൻ നീക്കമുണ്ട്. നഗരഹൃദയത്തിലെ പുള്ളിക്കട കോളനിയെ പുതുക്കിപ്പണിയുമെന്ന് മേയറുടെ ഉറപ്പ്. സ്വാഭാവികമായിട്ടും പ്രേമേന്ദ്ര MP-യുടെ സഹായത്തോടുകൂടി അതിന് മാറ്റം വരുത്താൻ പറ്റും. ഈ ആളുകളെ താമസിപ്പിക്കാൻ സ്ഥലം കണ്ടെത്തിയാൽ മതി. ഇപ്പം റെയിൽവേയുടെ ദയാദാക്ഷിണ്യത്തിന് കാത്തു നിൽക്കാതെയും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞ. കൊല്ലം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിലാണ് AK ഹഫീസ് പ്രതീക്ഷകൾ പങ്കുവച്ചത്. മീഡിയ 1 കൊല്ലം.